ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സമയം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയം നിങ്ങളെ ഏത് വലിയ ഒരു സന്തോഷത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് നോക്കാം നമുക്ക് ഈ റീഡിങ്ങിലൂടെ. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ അബണ്ടൻസ് റിലേറ്റഡ് ആയിട്ട് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഗ്രോത്തിൻ്റെ ആ ഒരു അതായത് പടികൾ കാണാൻ സാധിക്കും, ഗ്രാഫ് മുകളിലോട്ട് പോകുന്ന ഗ്രാഫ് കാണാൻ സാധിക്കും. ഇതൊക്കെ അബണ്ടൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ച് വരാൻ പോകുമ്പോഴാണ് നിങ്ങൾക്ക് പടികളും ഗ്രാഫൊക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ചില സമയം നിങ്ങൾക്ക് ഔളിനെ കാണാൻ സാധിക്കും, ഇല്ലെങ്കിൽ കുബേര ഭഗവാന്റെ വാഹനമായ കീരി അതിനെ കാണാൻ സാധിക്കും. ഇതൊക്കെ കാണുന്നത് നിങ്ങളുടെ ആ ഒരു ഗോൾഡൻ സമയം, അതായത് നിങ്ങളുടെ ലൈഫിൽ നല്ല സമയം വരാൻ പോകുകയാണ് എന്ന് ഉദ്ദേശിച്ചാണ്. ചില ആൾക്കാർക്ക് ആരോ കാണാൻ സാധിക്കും, അതായത് മുകളിലോട്ട് പോകുന്ന ആരോ, ഇല്ല എങ്കിൽ നമ്പർ, അതായത് 1 2 3 4 അങ്ങനെ ഒരു നമ്പർ കൂടിയ നമ്പറുകൾ കാണാൻ സാധിക്കും. 2 5 6 അല്ലെങ്കിൽ 8 9 10 അങ്ങനെ ഒരു നമ്പർ കൂടിയിട്ടുള്ള നമ്പറില്ലേ, അതിങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെയുള്ള സൈനെല്ലാം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഒരു സ്റ്റേബിളായിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അബണ്ടൻസ് തയ്യാറാക്കുവാൻ വേണ്ടി നിങ്ങളുടെ ചുറ്റിലുമുള്ള കാര്യങ്ങൾ ആ രീതിയിൽ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താലാണ് ഈ ഒരു ഗോൾഡൻ സമയം പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ വരും, അതിനുവേണ്ടി എന്ത് റെമഡിയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയാം. ഇവിടെ നിങ്ങൾക്ക് ലൈഫിൽ മുന്നേ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് പ്രാപ്തമായിട്ടുണ്ട്, അതായത് ദൈവം അറിഞ്ഞ് നിങ്ങൾക്ക് തന്നതാണ്, അതിലൂടെ നിങ്ങൾക്ക് അബണ്ടൻസ് ലഭിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്തോ ഒരു കാര്യം. അതിന് നിങ്ങൾ ദൈവത്തിനോട് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലൊരു വരുമാനം ഉണ്ടെങ്കിലോ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഷോ ചെയ്യുക ദൈവത്തിനോട്. അതായത് ദൈവം എനിക്ക് ഇതെങ്കിലും തന്നല്ലോ, ഇതിലൂടെയെങ്കിലും എനിക്ക് ഒരു അബണ്ടൻസ് ലഭിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുക. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ജോലിയൊന്നും ഇല്ല, നിങ്ങളുടെ ലൈഫിൽ വളരെ മോശമായിട്ട് എന്തെങ്കിലും സംഭവിച്ചു, പക്ഷേ സഡനായിട്ട് നിങ്ങളുടെ ലൈഫിൽ നല്ലതും സംഭവിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ആ ദൈവം ഉണ്ട്, അതുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ആ ഒരു നല്ല കാര്യം സംഭവിച്ചത്. അതിനും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുക. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എത്രത്തോളം പോസിറ്റിവിറ്റി ആകർഷിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ ഈ നല്ല സമയം പെട്ടെന്ന് വരും. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു സ്ഥലത്ത് കുറേ ആൾക്കാർ ഇരിക്കുകയാണ്, അതിൽ ഒരു വ്യക്തി മാത്രം ചിരിക്കുകയാണ്. അപ്പോൾ ചിരിക്കുന്ന കാണുമ്പോൾ അവിടെയുള്ള ബാക്കിയുള്ളവരും കൂടെ ചിരിക്കും. അതായത് നമ്മൾ മറ്റുള്ളവരെ നോക്കി ചിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചിരി വരത്തില്ലേ, അതേപോലെ നമ്മളും ചിരിക്കും. നമുക്ക് എന്തിന് ആണ് ചിരിക്കുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ ഒരു എനർജി മറ്റൊരു എനർജിയെ ക്യാച്ച് ചെയ്യുന്നത് പോലെ നമ്മളും ചിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റിയും കൂടുതലായിട്ട് പോസിറ്റിവിറ്റി ആകർഷിക്കും എന്നാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ഒരിക്കലും എന്ത് കാര്യം മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിലും ഡൗട്ട് വയ്ക്കാൻ പാടില്ല. ഡൗട്ട് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ആ ഒരു കാര്യം വളരെ താമസിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം എപ്പോഴാണോ നിങ്ങളുടെ ആ ഒരു ഡൗട്ട് മാറ്റുന്നത് അപ്പോഴായിരിക്കും കിട്ടുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ പ്രാപ്തമായിട്ടുണ്ടോ അതിനെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുക ദൈവത്തിനോട്. ചിലപ്പോൾ ചെറിയ രീതിയിലായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം പ്രാപ്തമായത്, അതിന് പോലും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുക. ഇവിടെ നിങ്ങൾ എന്ത് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പ്രാവശ്യം ചെയ്യുന്ന രീതിയിൽ, അതായത് പിന്നെ നിങ്ങൾക്കൊരു ഗിൽറ്റിൻ്റെ ഭാവം ഉണ്ടാവാൻ പാടില്ല, ആ രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ഇവിടെ ഒത്തിരി ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഈ എല്ലാ ആഗ്രഹവും നടക്കുമോ എന്നാണ്. ഉറപ്പായിട്ടും നടക്കും. ഇവിടെ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ ഒട്ടും തന്നെ ക്ലിയർ അല്ല. ഇന്ന് നിങ്ങൾ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ വേറൊന്നാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുപോലെ, അതായത് ഇത് നടക്കുമോ അതോ നാളെ അത് പ്രാർത്ഥിക്കുക അത് നടക്കുമായിരിക്കുമല്ലേ, അങ്ങനെ ഒരു ഡൗട്ടായിട്ടുള്ളത്. ഒരു സ്ഥിരമായിട്ടൊരു അഫർമേഷൻ എന്താണോ അത് വച്ച് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. അത് നടന്നതിന് ശേഷം അടുത്തതിലേക്ക് പോവുക. ആദ്യം സ്റ്റെബിലിറ്റി കൊണ്ടുവരിക നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന രീതിയിൽ. ഈ ജഗ്ലിംഗ് സിറ്റുവേഷൻ മാറ്റുക. ഇങ്ങനെ നിങ്ങൾ കൺഫ്യൂഷനായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്താൽ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നത് കൺഫ്യൂഷൻ മാത്രമായിരിക്കും. ആരോ ഇങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ രീതി ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്ന്. മോശം കാര്യങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ എനർജി കൊടുക്കരുത് ഒരിക്കലും.
ഇവിടെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ അറിയത്തില്ല. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. മറ്റുള്ളവർ ചിന്തിക്കുന്ന കാര്യം മാനിഫെസ്റ്റേഷൻ ആകുന്നു. നിങ്ങൾക്ക് മാത്രം എന്താ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് വർക്കാവാത്തതെന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നു. ഇതാണ് കാരണം. നിങ്ങൾ സ്റ്റേബിൾ അല്ല. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആ ഒരു ആഗ്രഹത്തിൽ സ്റ്റേബിൾ അല്ല. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ഒരു ആഗ്രഹത്തിൽ സ്റ്റേബിളായിട്ടിരിക്കുക. ഇവിടെ ദൈവം നിങ്ങൾക്ക് തരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് സന്തോഷം. പക്ഷെ നിങ്ങൾ ആ ഒരു സന്തോഷം റിസീവ് ചെയ്യാൻ തയ്യാറല്ല. നിങ്ങൾ ഇന്ന് ഒന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാളെ വേറൊന്ന് ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രത്യേകം നിങ്ങളോട്. ഇനി സാഹചര്യങ്ങൾ മോശമാക്കുന്ന ആ ഒരു സമയമല്ല, സാഹചര്യങ്ങൾ നേരെയാക്കുന്ന ആ ഒരു സമയമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ പൂർണ്ണമായിട്ടുള്ള ബ്രഹ്മാണ്ടം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. നിങ്ങളുടെ ആ ഒരു സന്തോഷം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ എന്ത് സന്തോഷമാണോ നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് നിങ്ങൾ ഡിസർവ് ചെയ്യുന്നതാണ്. അതായത് നിങ്ങളുടെ മൈൻഡിനെ ആദ്യം റിലാക്സ് ആക്കുക, എന്നിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ഒന്നുകിൽ അനുലോം വിലോം ചെയ്തതിന് ശേഷം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നു, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, അതായത് മാരീഡ് ആയിട്ടുള്ള ആളാണെങ്കിലും സിംഗിൾ ആയിട്ടുള്ള ആളാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്, ബന്ധങ്ങൾ റിലേറ്റഡ് ആയിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് മാറ്റി ഹീലാക്കേണ്ടതാണ്. ഇവിടെ ഒരു വ്യക്തിയുടെ ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ആണ് എങ്കിൽ ആ വ്യക്തിക്ക് സന്തോഷം ലഭിച്ചാലും ആ ഒരു സന്തോഷം വളരെ സന്തോഷത്തോടെ അനുഭവിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ആ ഒരു ഹാർട്ട് ചക്ര ഹീലിംഗ് ചെയ്യാൻ പറഞ്ഞത്. അതായത് ഇവർക്ക് സന്തോഷം ലഭിക്കുമ്പോൾ ഹൃദയം തുറന്ന് സന്തോഷിക്കാൻ പറ്റത്തില്ല. ആ സമയവും പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്നവരായിരിക്കും അവർ. അപ്പോൾ ഇവിടെ ഒരു വ്യക്തിയുടെ ഗോൾഡൻ സമയം വന്നു, പക്ഷെ ആ ഒരു സമയം വന്നതായിട്ട് അവർക്ക് വിശ്വാസമില്ല. എന്നിട്ടും അവർ പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യത്തിലും ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു വ്യക്തിക്ക് ആരെയും വിശ്വാസമില്ല, എല്ലാത്തിനെയും ഡൗട്ടായിട്ടുള്ള ഭാവത്തോടെയാണ് നോക്കുന്നത്. അങ്ങനെ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ കുറ്റപ്പെടുത്താൻ സാധിക്കത്തില്ല. കാരണം നിങ്ങൾ പാസ്റ്റിൽ അത്രമാത്രം ആൾക്കാരിൽ നിന്ന് ചതി നേരിട്ടവരാണ്. ഇവിടെ ആരെയൊക്കെ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ അവരെല്ലാം നിങ്ങളെ ചതിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നല്ല ഒരു സമയം വന്നപ്പോൾ നിങ്ങൾക്ക് ആരെയും വിശ്വാസവുമില്ല, എല്ലാവരോടും ഒരു സംശയഭാവം. ഇവിടെ നിങ്ങൾ മുന്നേ ഏതോ സന്തോഷത്തിൻ്റെ പിറകെ പൊയ്ക്കൊണ്ടിരുന്നു, പക്ഷേ ഇപ്പോൾ സന്തോഷം നിങ്ങളുടെ പിറകെ വരികയാണ്. പക്ഷേ നിങ്ങൾ അതിനെ സംശയത്തോടെയാണ് നോക്കുന്നത്. ഇവിടെ എപ്പോഴൊക്കെ നിങ്ങൾ ഒരു സന്തോഷിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം എന്തെങ്കിലും ഒരു വിഘ്നം നിങ്ങൾക്ക് ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾ ഹാർട്ട് ചക്ര ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ വസ്ത്രം കൂടുതലായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഗ്രീൻ കളറിൻ്റെ ക്രിസ്റ്റലൊക്കെ ഉണ്ട്, അത് ഇടാൻ പറ്റുമെങ്കിൽ അത് ഇടുക. ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, ക്രിസ്റ്റലിൻ്റെ ബ്രേസ്ലെറ്റ്, അത് ഇടുക. ഇല്ല എങ്കിൽ ഗ്രീൻ കളർ വസ്ത്രം കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ നിങ്ങൾ കാരണം ആരുടെയും ഹൃദയം വേദനിക്കത്തില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, മുന്നെയൊക്കെ നിങ്ങൾ കാരണം ഓപ്പോസിറ്റ് വ്യക്തിക്ക് ഹൃദയം വളരെയധികം വേദനിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അവർ നിങ്ങളോട് ആ പഴയ സ്നേഹമൊന്നും കാണിക്കാതെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് അവർക്കുള്ള ആ ഒരു ദേഷ്യം മാറി ഒരു സ്നേഹം ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വിഘ്നേശ്വരന് നമ്മുടെ ആ ഒരു ഏലയ്ക്ക അത് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വച്ചതിന് ശേഷം ആ ഒരു ഏലയ്ക്ക നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർഷിപ്പിലായാലും ബിസിനസ് പാർട്ട്ണർ ആയാലും എന്തായാലും നിങ്ങൾ എന്തെങ്കിലും ഡീല് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും എന്തായാലും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെല്ലാം ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് വിഘ്നേശ്വരന് ഒരു ഏലയ്ക്ക കാൽക്കൽ സമർപ്പിച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പറയുക, അതിന് ശേഷം നമ്മളത് കഴിക്കുക. അത് ചെയ്യുന്നത് നല്ലതാണ്. ഒരു കാര്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റുള്ളവരോട് നിങ്ങൾക്ക് നല്ല ഒരു ബന്ധമായിരിക്കും ഉണ്ടാകുക. ഇവിടെ നമ്മൾ പറയുന്നത് ഒന്ന്, പക്ഷേ ഓപ്പോസിറ്റുള്ള വ്യക്തി കേൾക്കുന്ന മറ്റൊന്ന്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും വർക്കാവും. കാരണം നിങ്ങൾ പറയുന്ന അവർക്ക് നല്ല രീതിയിൽ മനസ്സിലാവും, നിങ്ങളെ ഇനി തെറ്റിദ്ധരിക്കത്തില്ല. മിക്ക റിലേഷൻഷിപ്പിലും നമ്മളെ കരിയറിലാകട്ടെ നമ്മൾ എന്താണോ പറയുന്നത് ഓപ്പോസിറ്റുള്ള വ്യക്തി എടുക്കുന്നത് വേറെ രീതിയിലായിരിക്കും. അത് കാരണം പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം നേരെ ആകാൻ വേണ്ടി ഈ ഒരു ഏലയ്ക്ക
ഞാൻ പറഞ്ഞതുപോലെ കഴിച്ചു നോക്കൂ. 2-3 ദിവസം നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ഒന്ന് ഈ ഒരു ടെക്നിക്ക് ചെയ്ത് നോക്കൂ. വിളക്ക് കത്തിയതിന് ശേഷം വിഘ്നേശ്വരൻ്റെ ഫോട്ടോയോ പ്രതിമയോ ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ ഒരെണ്ണം വച്ചതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം അത് കഴിക്കുക. നല്ലതാണ്. 3, 4, 5 ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ആ ഒരു വാണിയുടെ ദുഷ്പ്രഭാവം മറ്റുള്ളവരിൽ ഉണ്ടാവത്തില്ല. നിങ്ങളെ നല്ല രീതിയിൽ ആൾക്കാർ മനസ്സിലാക്കും. ഇവിടെ നിങ്ങളുടെ ആ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ടെക്നിക്കുകളൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. പിന്നെ ഡിവൈൻ്റെ പവർ നിങ്ങളുടെ കൂടെയുണ്ട്. അദ്ദേഹം ഒരിക്കലും നിങ്ങൾ വിഷമിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ചില കാര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രശംസ ലഭിക്കുന്നില്ല. അതായത് നിങ്ങൾ വീട്ടിലത്തേക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് വരുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങളെ പ്രശംസിക്കുന്നില്ല. പക്ഷേ പുറത്തുനിന്ന് നിങ്ങൾക്ക് ആവശ്യത്തിലധികം പ്രശംസ ലഭിക്കുന്നു. പക്ഷേ നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങൾ എത്ര നല്ലത് ചെയ്താലും നിങ്ങളെ പ്രശംസിക്കുന്നില്ല. ഈ ഒരു വിഷമം നിങ്ങളിൽ പല ആൾക്കാർക്കുമുണ്ട്. ഈ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ലഭിക്കുന്നില്ല, പക്ഷെ പുറത്തുനിന്ന് നല്ല രീതിയിൽ ലഭിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആ ഒരു മോട്ടിവേഷൻ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാരുടെ ആ ഒരു നിങ്ങളോടുള്ള ആ ഒരു പെരുമാറ്റത്തിൽ ഒരു മാറ്റമുണ്ടാകും, സ്റ്റെബിലിറ്റി ഉണ്ടാകും. അപ്പോൾ അവരുടെ ആ ഒരു പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന ആ ഒരു മാറ്റം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വയം ഒരു മോട്ടിവേഷൻ ലഭിക്കുന്നതിന് തുല്യമാകും അത്. ഈ ഒരു ദിവസങ്ങളിൽ ഏഞ്ചൽ നമ്പർ അല്ലെങ്കിൽ ഡിവൈൻ്റെ എന്തെങ്കിലും ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ചിത്രശലഭങ്ങൾ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നു. ഇല്ല എങ്കിൽ സ്റ്റാർ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. അത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ നല്ലതെന്തോ സംഭവിക്കാൻ പോവുകയാണ്, അതാണ് ഞാൻ എപ്പോഴും സ്റ്റാർ കാണുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും. ഇവിടെ നിങ്ങളുടെ കൂടെ ഈ ഒരു സ്വഭാവമുണ്ട്. അതായത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ നമ്മുടെ ആകാശത്തിന് കീഴെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, അവിടെ നോക്കാൻ ആഗ്രഹിക്കുന്നു. സ്റ്റാറിനെയും കൂടാതെ ചന്ദ്രനെയും എല്ലാം നോക്കി ഇങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അങ്ങനെ ആകാശത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു റിലാക്സേഷൻ ലഭിക്കുന്നു. അതായത് നിങ്ങൾക്ക് ആ ഒരു സ്റ്റാറിൻ്റെ എനർജി അല്ലെങ്കിൽ ആ ഒരു ചന്ദ്രൻ്റെ ആ ഒരു എനർജി ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ആകാശം യൂണിവേഴ്സ് ആ ഒരു എനർജി ആയിട്ട് കണക്റ്റ് ആകാൻ സാധിക്കുന്നു പെട്ടെന്ന്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും പഠിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ മൈൻഡ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം. കാരണം നമ്മുടെ സമയം നല്ലതായിട്ട് പോകുമ്പോൾ നമ്മുടെ ആ ഒരു ബുദ്ധി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. അതായത് നിങ്ങൾ ഉചിതമായിട്ടുള്ള സമയത്ത് ഉചിതമായിട്ടുള്ള ബുദ്ധി പ്രയോഗിച്ചു, അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. അതായത് നമ്മൾ ചില മൂവിയിൽ കാണത്തില്ലേ, ഒരു രാത്രി കൊണ്ട് തന്നെ ഒരാളുടെ ലൈഫ് മാറുന്നു. അതേപോലെ നമ്മുടെ ആ ഒരു ബുദ്ധി നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ലൈഫ് ഒരു രാത്രി കൊണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ അതേപോലെ നിങ്ങളുടെ ബുദ്ധിയുടെ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആക്കാൻ വേണ്ടി. ഇവിടെ ഭാഗ്യം, ഏകാഗ്രത ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം ഇവിടെ നിങ്ങളുടെ ഗോൾഡൻ ടൈമാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ എന്തുകൊണ്ട് ബുദ്ധി നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല? നിങ്ങളുടെ ചലഞ്ചസിനെ നിങ്ങൾ പവറായിട്ട് കണ്ട് അതിനെ ഫേസ് ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഇപ്പോഴും ചലഞ്ചേഴ്സ് ഫേസ് ചെയ്യുന്നവരാണ്, മുന്നേയും ചലഞ്ചേഴ്സ് ഫേസ് ചെയ്തവരാണ്. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു ചലഞ്ചേഴ്സ് എന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ മുമ്പിൽ 2 വഴികളുണ്ട്. ഒരു വഴി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ചലഞ്ചേഴ്സാണ്. മറ്റേ വഴി എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ചലഞ്ചേഴ്സ്, പെട്ടെന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് നേരിട്ട് പോകാനുള്ള ചലഞ്ച്. പക്ഷേ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഭയങ്കര പാടുള്ള ചലഞ്ചേഴ്സ് ആയിരിക്കും. കാരണം അത്രമാത്രം ചലഞ്ചേഴ്സ് നിങ്ങൾ ഫേസ് ചെയ്തവരായതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ചലഞ്ചേഴ്സിനെയും കാട്ടി കൂടുതൽ ഇഷ്ടം ഭയങ്കര പാടുള്ള ചലഞ്ചേഴ്സ് ഫേസ് ചെയ്യാനായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ചേഞ്ചസ് നിങ്ങളുടെ സ്വഭാവത്തിൽ ഇനി ഉണ്ടാകും. അപ്പോൾ ഈ ഒരു സ്വഭാവത്തിനെയാണ് അഡ്വഞ്ചേഴ്സ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഈ ഒരു അഡ്വഞ്ചറായിട്ടുള്ള മനോഭാവം ഉണ്ടാകുമ്പോൾ അവരുടെ ആ ഒരു ചിന്താഗതി എല്ലാത്തിലും ഒരു മാറ്റം ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിലും ഈ ഒരു ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മെച്യൂരിറ്റി വന്നിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ഇങ്ങനെയുള്ള ചലഞ്ചസ് ആയിരിക്കും നിങ്ങൾ ചെയ്യുന്ന. ബാക്കി ആൾക്കാർ തോറ്റുപോയി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പറയും, ഞാൻ എന്തായാലും ഈ ഒരു ചലഞ്ചസ് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറയും. നിങ്ങൾ അവിടെ ആ ഒരു ചലഞ്ചേഴ്സ് ചെയ്യാൻ ശ്രമിക്കും. അതിൽ നിങ്ങൾക്ക് വിജയം കൊണ്ടുവരുവാനും സാധിക്കും. അപ്പോൾ മറ്റുള്ളവർ വിചാരിക്കും, ദൈവമേ നമുക്ക് ഇത്രയും പാടുള്ള കാര്യം അവരെന്ത് ഈസി ആയിട്ട് ചെയ്തു എന്ന്. അപ്പോൾ ചില ആൾക്കാരെ കൊണ്ട് സാധിക്കാത്ത കാര്യം നിങ്ങളെ കൊണ്ട് സാധിക്കും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ട്, അതുകൊണ്ടാണ്.
കൂടാതെ നിങ്ങളുടെ ആ ഒരു ബുദ്ധിയുടെ സപ്പോർട്ടും നിങ്ങൾക്കുണ്ട്. ഇവിടെ ഉറപ്പായിട്ടും 10 വരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം നിങ്ങൾ ഒരാൾ ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി വരാൻ പോകുന്ന സമയം അങ്ങനെ എന്തോ ഒരു പരിവർത്തനം നിങ്ങളുടെ സ്വഭാവത്തിൽ ഉണ്ടാകും. നിങ്ങൾ അങ്ങനെ എന്തോ ചെയ്ത് കാണിക്കും. അപ്പോൾ ആൾക്കാർ പറയും, ദൈവമേ ഇവരെ കൊണ്ട് എങ്ങനെ ഇത് സാധിച്ചു എന്ന്. ഒരു സമയത്ത് നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ സാധിച്ചു എന്ന് നോക്കും. അതായത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ പിന്നെ നിങ്ങളുടെ മേലായിരിക്കും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് കാര്യം മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരുന്നു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ അതിനെ എത്ര ശ്രമിച്ചിട്ടും നേരെയാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യത്തെ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുക. അതായത് യൂണിവേഴ്സ്, എനിക്ക് ഇങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ നെഗറ്റീവ് തോട്ട്സ് വരികയാണ്, അത് എങ്ങനെയെങ്കിലും അങ്ങ് മാറ്റിത്തരണം, ഞാൻ ഈ ഒരു കാര്യം അങ്ങേക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ് എന്ന് ഉള്ള രീതിയിൽ സമർപ്പിക്കുക. ഇനി ഇതും വർക്കാവുന്നില്ല, അതായത് അഫർമേഷൻസ് പറഞ്ഞിട്ട് മാനിഫെസ്റ്റേഷൻ ടെക്നീക്ക് പറഞ്ഞിട്ട് ഒന്നും വർക്കാവുന്നില്ലെങ്കിൽ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിഷ് എന്താണോ അത് എഴുതാൻ ശ്രമിച്ച് അതിനെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ യൂണിവേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ട ദൈവത്തിന് ലെറ്റർ എഴുതുമ്പോൾ, ദൈവമേ എൻ്റെ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്, എനിക്കിതിലൊരു മാറ്റം വേണം, ഞാൻ ആഗ്രഹിക്കുന്ന സന്തോഷം എനിക്ക് ലഭിക്കണം, ഇനി എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ലൈഫിൽ സംഭവിക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ലെറ്റർ എഴുതി ദൈവത്തിന് അയക്കും പോലെ അങ്ങനെ എഴുതി നിർത്തുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഇഷ്ട ദൈവത്തിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇതെഴുതി ആ ദൈവത്തിൻ്റെ മുന്നിൽ വയ്ക്കുക. നിങ്ങളുടെ വീട്ടിൽ ഒരു ഫോട്ടോയോ ഒന്നും തന്നെ ഇല്ല എങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണോ ധ്യാനം ചെയ്യുന്നത്, പൂജ ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത് ആ സ്ഥലത്ത് നിങ്ങൾ വയ്ക്കുക. പക്ഷെ വേറെ ആരും അതിനെ എടുത്ത് വായിക്കാൻ പാടില്ല. ആ രീതിയിൽ നിങ്ങൾ വയ്ക്കണം. ഇവിടെ എന്തായാലും നിങ്ങളുടെ ആ ഒരു ഗോൾഡൻ ടൈമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് യൂണിവേഴ്സ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഒത്തിരി പേരും പ്രശസ്തിയും ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഭയങ്കര ഡൗട്ടാണ് നിങ്ങളുടെ മേൽ തന്നെ, അതായത് എനിക്കിത് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരിക്കലും ഡൗട്ട് നിങ്ങൾ ചെയ്യരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ എനർജി മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ റിയലായിട്ട് ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾ സ്വയം ഒരു കസ്തൂരി മൃഗമാണ്. പക്ഷേ നിങ്ങളുടെ കസ്തൂരി എവിടെയാണെന്ന് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്തോ ഒരു കഴിവുണ്ട്, ആ ഒരു കഴിവ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ എനർജി നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് ഒരു കഴിവുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ചലഞ്ചേഴ്സായിട്ട് കാണാതെ നിങ്ങളൊരു സിമ്പിളായിട്ടുള്ള കാര്യമായിട്ട് കണ്ട് അതിനെ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ലെറ്റർ എഴുതി നിങ്ങൾക്കിഷ്ടമുള്ള ദൈവം ആരാണോ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം പൂർണ്ണമാകുന്നത് എപ്പോഴാണോ അപ്പോൾ ആ ഒരു പേപ്പറിനെ കത്തിച്ച് കളയുക. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ ഉറപ്പായിട്ടും ഉണ്ടാകും. ആ ഒരു കാര്യത്തിൻ്റെ ആ ഒരു സൈൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അതാ എൻ്റെ ലൈഫിലൊരു ചേഞ്ച് വരാൻ പോവുകയാണ് എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു സമയം വരും. ആ ഒരു സമയത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ട അവസ്ഥ വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിൻ്റെയും അനുഭവം ഉണ്ടാവത്തില്ല. അതായത് ആദ്യമായിട്ട് നിങ്ങൾക്ക് ഓരോന്ന് ചെയ്യുന്ന ആ ഒരു അനുഭവം, അതായത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു, ആരും സഹായിക്കാനില്ല, അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകും. അതായത് ഒന്നും അറിയാതെ തന്നെ യുദ്ധത്തിന് പോവേണ്ട അവസ്ഥ, ആ യുദ്ധത്തിൽ പോരാടി ജയിക്കുകയും വേണം, അങ്ങനൊരു അവസ്ഥയാണ് നിങ്ങളുടേത്. അതായത് നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ഇവിടെ നിങ്ങൾ ഈ കഴിഞ്ഞുപോയ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ടാവും. അതായത് ഒരു അനുഭവം ഇല്ലാതെ നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഇതുവരെയുള്ള ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു കാര്യത്തിനെക്കുറിച്ച് ഒരു അനുഭവമില്ല, പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കായിപ്പോയി, നിങ്ങൾക്ക് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന അവസ്ഥ. കാരണം നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് നിങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് ദൈവം ആ ഒരു കാര്യത്തിൽ ചെയ്യാൻ വേണ്ടി നിങ്ങളോട് പറയുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ സപ്പോർട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ നല്ല രീതിയിൽ ആ ഒരു കാര്യം ചെയ്ത് തീർക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ മിക്ക സ്ഥലത്തും നിങ്ങളുടെ സാഹചര്യം അങ്ങനെ ക്രിയേറ്റ് ആകും. നിങ്ങൾ ഒറ്റയ്ക്ക് അതിനെ പോരാടി വിജയിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരും എന്തോ ഒരു ബൗണ്ടറി സെറ്റാക്കിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഏഞ്ചൽസ്, ഡിവൈനോ, യൂണിവേഴ്സോ പറയുന്നത് ആ ഒരു ബൗണ്ടറിയെ പൊട്ടിച്ച് നിങ്ങൾ പുറത്തു വരണമെന്നാണ്.
ഒരിക്കലും ഒരു കംഫർട്ടബിൾ സോണിലിരിക്കാൻ ശ്രമിക്കരുത്. അതിൽ പുറത്ത് വന്ന് പല കാര്യങ്ങളും നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ റെക്കോർഡ് എന്താണോ അതിൽ അപ്പുറം പോയി നിങ്ങൾ ചെയ്യും. അപ്പോഴാണ് നിങ്ങൾക്ക് ടോപ്പിലെത്താൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് എന്താണോ കഴിഞ്ഞു പോയ സമയങ്ങൾ നഷ്ടപ്പെട്ടത് അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കാൻ നിർത്തുക. ഇനി നിങ്ങളെ കൊണ്ട് സ്വന്തമാക്കാൻ പറ്റുന്ന എന്താണോ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ലൈഫിൽ എപ്പോഴും ഒരു റിസ്ക് ടേക്കർ ആവണം. അതായത് റിസ്ക് എടുത്താൽ മാത്രമേ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള ആ ഒരു ഇത് നിങ്ങൾക്കുണ്ടാവണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പറയാൻ എളുപ്പമാണെന്ന്. പക്ഷെ നമ്മുടെ ആ ഒരു പേടി നമ്മൾ മാറ്റിയാൽ മതി. എന്ത് സാഹചര്യത്തിനായാലും നേരിട്ട് നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ നിൽക്കണം നിങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്ന്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾ ആംഗ്രി ബേർഡിനെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇല്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്നുള്ള രീതിയിൽ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ കിടന്നിട്ട് പുറത്ത് വരുമ്പോൾ ആ കുഞ്ഞിന് എന്താണ് ആഹാരം കൊടുക്കുന്നത്? അമ്മയുടെ ആ ഒരു പാല്. അപ്പോൾ ആ ഒരു പാലാണ് ആ കുഞ്ഞിന് ആഹാരമായിട്ട് കിട്ടുന്നത്. അത് വയറ്റിലുണ്ടാകുന്നപ്പോഴും അമ്മ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒരു ശതമാനം അതിൻ്റെ ആഹാരമായിട്ട് വയറ്റിൽ പോകുന്നു കുഞ്ഞ് വളരാൻ വേണ്ടി. അതേപോലെ നിങ്ങളുടെ കാര്യത്തിലും ദൈവം എന്തായാലും ചിന്തിച്ച് വച്ചിട്ടുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ടുണ്ട്. എന്ത് ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. ഇത് എന്തായി പോകും, ഞാൻ എന്ത് ചെയ്യും എന്ന്. അപ്പോൾ ദൈവത്തിന് വിചാരിച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കുക. എന്ത് കാര്യം തുടങ്ങുന്നുണ്ടെങ്കിലും ദൈവത്തിന് വിചാരിച്ച് തുടങ്ങുക. ഉറപ്പായിട്ടും ആ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. ഇവിടെ ഒരു വ്യക്തി ഒറ്റയ്ക്കാകുമ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു സംരക്ഷണം ഉറപ്പായിട്ടും ആ വ്യക്തിക്കുണ്ട്. കാരണം എല്ലാവരാലും ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ആ വ്യക്തി. അവിടെ ദൈവം മാത്രമേ ആ വ്യക്തിക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ ഒരിക്കലും എലോൺ ആണെന്ന് ഒരിക്കലും ഫീൽ ആകരുത്. പല സമയങ്ങളിലും ഏഞ്ചൽസ് നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഏഞ്ചൽ നമ്പേഴ്സ് കാണിച്ചു തരുന്നു. ആകാശത്ത് പല സൈന്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. കിളികൾ വന്ന് നിങ്ങളുടെ അടുത്ത് നിന്ന് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നു. ഇല്ലെങ്കിൽ ആഹാരം നമ്മൾ കൊടുക്കുന്ന ആഹാരം കിളികൾ കഴിക്കുന്നു. അതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മുടെ ആ ഒരു ദൈവത്തിൻ്റെയും ആ ഒരു പ്രകൃതിയുടെയും സപ്പോർട്ട് നമുക്കുള്ളത് കൊണ്ടാണ്. ഇവിടെ നിങ്ങൾ ഒരിക്കലും കൺഫ്യൂഷൻ ആകരുത്. കൺഫ്യൂഷൻ ആകുന്ന സ്ഥിതി വന്നാൽ നിങ്ങളുടെ മാർഗം വ്യതിചലിച്ച് പോകും. അതുകൊണ്ടാണ് കൺഫ്യൂഷൻ ആവരുതെന്ന് ഞാൻ പറയുന്നത്. ഇവിടെ ഏഞ്ചൽസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് വഴി കാണിച്ചു തരും. ഏഞ്ചൽസ് നിങ്ങളുടെ ലൈഫിലെ എല്ലാ അന്ധകാരത്തെയും മാറ്റുകയും ചെയ്യും. ഇവിടെ എന്ത് ടെക്നിക്കാണോ നിങ്ങൾ ചെയ്തത്, അതായത് എന്തെങ്കിലും ഒരു പ്രാർത്ഥന ചെയ്തിട്ടുണ്ട് നിങ്ങൾ എങ്കിൽ ആ ഒരു പ്രാർത്ഥന നിങ്ങൾ ചെയ്തിട്ടും പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോകരുത്. ഈശ്വരനിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് കൊണ്ട് തരും. അപ്പോൾ നിങ്ങൾ എന്താണോ ടെക്നിക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു ടെക്നിക്ക് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുക. എഴുതി നിങ്ങളുടെ ആഗ്രഹം പറയുന്നതാണ് ഇഷ്ടമെങ്കിൽ എല്ലാ ദിവസവും ഒരു സമയത്ത് ആ ഒരു ആഗ്രഹം നിങ്ങൾ എഴുതിക്കുക. ഇനി പറയുക എന്നതാണ് ഇഷ്ടമെങ്കിൽ എല്ലാ സമയവും ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു ആഗ്രഹം എന്താണോ അത് പറയുക. എന്നിട്ട് ഫ്രീ ആവുക. നിങ്ങളുടെ ആ ഒരു ഗോൾഡൻ ടൈം വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണമെന്ന്. പലപ്പോഴും നിങ്ങളുടെ വായിൽ നിന്ന് ഇങ്ങനൊരു വാക്ക് ഉണ്ടായിട്ടുണ്ടാകും, അതായത് എൻ്റെ സമയവും വരുമെന്ന്. അതേപോലെ നിങ്ങളുടെ സമയം ദാ വന്നിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ആ ഒരു ഗ്രോത്ത് എന്താണോ അതിനെക്കുറിച്ച് കൂടുതലായിട്ടും ചിന്തിക്കുക, അല്ലാതെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ഇവിടെ നമുക്കെപ്പോഴും നമ്മുടെ സാഹചര്യം ഇങ്ങനെ വരികയാണ്. അതായത് നമുക്ക് നമ്മുടെ സോണിൽ നിന്ന് പുറത്ത് പോകേണ്ട അവസ്ഥ, നമ്മുടെ ബൗണ്ടറിയിൽ നിന്ന് പുറത്ത് പോകേണ്ട അവസ്ഥ വരുന്നുണ്ട് എങ്കിൽ നമ്മളപ്പോൾ അത് ചെയ്യണം. എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കണം. കാരണം നമ്മൾ അങ്ങനെ എടുത്താൽ മാത്രമേ ചേഞ്ച് ഉണ്ടാവുകയുള്ളൂ. ഇനി നിങ്ങൾ സ്വയം അങ്ങനെ സോണിൽ നിന്ന് പുറത്ത് പോവാതെ, ബൗണ്ടറീസിൽ നിന്ന് പുറത്ത് പോവാതെ നിങ്ങൾ ആക്ഷൻ എടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സിറ്റുവേഷൻസ് അങ്ങനെ ആവും. അപ്പോൾ സ്വയം നിങ്ങൾക്കത് എടുക്കേണ്ട അവസ്ഥ വരുന്ന ഇതിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾക്ക് എടുത്തേ പറ്റത്തുള്ളൂ, ആ ഒരു ഓപ്ഷനേ ഉണ്ടാവത്തുള്ളൂ. അത് എനിക്ക് ഒരു അനുഭവമുള്ള കാര്യമാണ്. കാരണം നമ്മളൊരു സാഹചര്യം കാണുമ്പോൾ പേടിച്ച് നമ്മൾ ഒരു ആക്ഷൻ എടുക്കാതിരിക്കും. പക്ഷേ പിന്നെ നമുക്ക് മോശം സാഹചര്യങ്ങൾ ക്രിയേറ്റ് ആകുമ്പോൾ നമുക്കത് എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള അവസ്ഥ വരും. എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആദ്യമൊക്കെ നമ്മളെടുത്ത ആ ഒരു ആക്ഷൻ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും. മുന്നോട്ട് പോയിട്ട് എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നൊക്കെ ആലോചിച്ച്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു എടുത്ത ആക്ഷനിൽ പോസിറ്റീവായിട്ടുള്ള പരിവർത്തനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണോ അതിൽ ഫോക്കസ് ചെയ്യുക.
ഇവിടെ ചില ആൾക്കാർക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷെ അതിൽ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കണമെന്ന് അവർക്കറിയില്ലായിരിക്കാം. അപ്പോൾ അതിന് ഉത്തരമായിട്ട് ഏഞ്ചൽസ് പറയുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അതായത് നിങ്ങൾ റീഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഏതാണ്, ആ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതായത് നിങ്ങളുടെ ലൈഫിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യം ഏതാണോ അതിലൊരു മാറ്റം കൊണ്ടുവരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ആ ഒരു മോശം സിറ്റുവേഷൻ എന്താണോ ആ ഒരു സിറ്റുവേഷനിൽ ഫോക്കസ് ചെയ്ത് അതിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. പോകെ പോകെ അത് നിങ്ങൾക്ക് ഫേവറായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ചില ആൾക്കാർ കരിയർ റിലേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വം റിലേറ്റഡ് ആയിട്ട് നല്ലൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് എന്തോ നല്ലൊരു ടാലൻ്റ് ഉണ്ട്. ആ ഒരു ടാലൻറ്റ് വളരെ യുണീക്കായിട്ടുള്ള ടാലൻ്റാണ്. ആ ടാലൻറ്റിന് നിങ്ങൾ വാല്യൂ ഇതുവരെയും കൊടുത്തിട്ടില്ല. പക്ഷേ സമയം ഇനി അങ്ങനെയാകും. അതായത് നിങ്ങളുടെ ടാലൻറ്റിനെ വാല്യൂ കൊടുക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടാലൻറ്റിന് വാല്യൂ കൊടുക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ടാലൻറ്റിനെ ആരെങ്കിലും പുകഴ്ത്തി പറയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ നിങ്ങളുടെ ആ ഒരു ടാലൻറ്റ് നിങ്ങളെ സെൻട്രലിൽ കൊണ്ടുവരും. അതായത് മറ്റുള്ള ആൾക്കാർ നിങ്ങളോട് പുകഴ്ത്തി പറയും, നിങ്ങൾക്ക് ഇത്രയും നല്ല ടാലൻ്റ് ഉണ്ടായിരുന്നു, ഇത് യുണീക്കാണ്, ഇത് അങ്ങനെ ആർക്കും ഉണ്ടാവത്തില്ല, റെയറായിട്ടുള്ള കാര്യമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും തോന്നും അത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ടാലൻറ്റിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അതെ എനിക്ക് ഈ ഒരു ബൗണ്ടറീസ് ക്രോസ് ചെയ്ത് പുറത്ത് വരണം, ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല. അങ്ങനെ നിങ്ങൾ ബൗണ്ടറീസ് ക്രോസ് ചെയ്ത് പുറത്ത് വരികയും ചെയ്യും. നിങ്ങളുടെ ആ ഒരു ടാലൻറ്റ് കാരണം നിങ്ങൾക്ക് ചേഞ്ചസ് കൊണ്ടുവരാനും സാധിക്കും. അങ്ങനെ നിങ്ങളുടെ ആ ഒരു ജേണി അവിടുന്ന് സ്റ്റാർട്ടായി നിങ്ങളുടെ റെക്കോർഡ് എന്താണോ അതിനെ പൊട്ടിച്ച് കളഞ്ഞ് പുതിയ റെക്കോർഡ് നിങ്ങൾ സൃഷ്ടിക്കും. അങ്ങനെ നിങ്ങൾക്ക് സമൂഹത്തിൽ നല്ലൊരു വ്യക്തിത്വം ഉണ്ടാകും. ആൾക്കാർ നിങ്ങളെ അറിയാൻ തുടങ്ങും. നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് സൂര്യൻ്റെ ആ ഒരു എനർജിയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും പ്രസിദ്ധമാകുന്നതാണ്, പേരും പ്രശസ്തിയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ മിക്ക റീഡിങ്ങിലും ഈ ഒരു കാര്യം വീണ്ടും വീണ്ടും പറയുന്നത്. നിങ്ങളുടെ ആ ഒരു സക്സസിൻ്റെ പടികൾ നിങ്ങൾ ഉറപ്പായിട്ടും കയറുന്നതാണ്. ഈ ഒരു ലോകം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, യൂണിവേഴ്സും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ആ ഒരു വാക്കുകൾ ആൾക്കാരിൽ ഭയങ്കരമായിട്ട് പ്രഭാവം ചെലുത്തും. നല്ല രീതിയിലുള്ള ഒരു സക്സസ് നിങ്ങൾക്ക് പ്രാപ്തമാവുകയും ചെയ്യും. നിങ്ങളുടെ ലൈഫ് സ്വയം നിങ്ങൾ തന്നെ ചേഞ്ച് ആക്കും. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.